സ്വന്തമായിട്ടുണ്ടായിരുന്ന ഒരു ബിസിനസ് അത് ക്ഷയിച്ചു. ഒടുവിൽ ജീവിക്കാൻ വേണ്ടി വീട്ടുജോലിക്കാരനായി മാറിയ മാതാപിതാക്കളുടെ മകനായിരുന്നു H.G. വെൽസ്. ദാരിദ്ര്യത്തിന്റെ നിരന്തരമായ ഭീഷണിയിലാണ് അദ്ദേഹം വളർന്നത്. 14-ാമത്തെ വയസ്സിൽ വിദ്യാഭ്യാസം അവസാനിപ്പിക്കേണ്ട നില പോലും വന്നു. പിന്നെ പലവിധമായ ജോലികളൊക്കെ ചെയ്ത് പഠനം തുടർന്നു. ഏറ്റവും ഒടുവിൽ ലണ്ടൻ സർവകലാശാല എക്കാലവും അഭിമാനിക്കാവുന്ന അതിന്റെ പുത്രന്മാരിൽ ഒരാളായി വെൽസ് മാറി. നോവലിസ്റ്റാണ്, പത്രപ്രവർത്തകനാണ്, സാമൂഹിക പ്രവർത്തകനാണ്. അങ്ങനെ എത്രയെത്ര മേഖലകളിൽ H.G. വെൽസ് സ്വന്തം പ്രതിഭയെ വരച്ചിട്ടു അല്ലേ? ഇന്നലെ നിങ്ങൾ വീണിട്ടുണ്ടാകാം, ഇന്ന് എഴുന്നേറ്റ് നിൽക്കുക. H.G. വെൽസിന്റെ വളരെ പ്രശസ്തമായ വാക്കുകളാണിത്. വീഴുന്നതല്ല പരാജയം, എഴുന്നേറ്റ് കുതിക്കാൻ ഇച്ഛിക്കാതിരിക്കുക മാത്രമാണ്. ഒരുപക്ഷെ ഇന്നലെ നമ്മൾ വീണിട്ടുണ്ടാകാം, പക്ഷേ ഇന്ന് നമ്മുടെ സ്വപ്നങ്ങളിലേക്കാണ് നമ്മൾ ഉയർത്തെഴുന്നേൽക്കേണ്ടത്. ഒത്തിരി പ്രധാനപ്പെട്ട വാർത്തകളുള്ള ഒരു വാർത്താ ദിനം നമ്മൾ ഇന്ന് തുടങ്ങുമ്പോൾ H.G. വെൽസിന്റെ ഈ വാക്കുകൾക്കും പ്രാധാന്യം ഏറെയാണ്.